ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തി എന്തൊക്കെയായിരുന്നു? ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് ടാക്സോണമി, കുറേ അപ്രോച്ചസ് ഇൻ ഐഡൻറ്റിഫൈങ് ഓർഗാനിസംസ്, അതൊക്കെയാണ് പഠിച്ചു നിർത്തിയത്. അപ്പോൾ ഇന്ന് നമ്മൾ സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പേ, അതിലോട്ട് കയറുന്നതിന് മുമ്പ് നമുക്ക് സിസ്റ്റമാറ്റിക്സ് എന്താണ്, ക്ലാസിഫിക്കേഷൻ എന്താണ്, തമ്മിലുള്ള ഒരു ക്ലിയർ പിക്ചർ നമുക്ക് വേണം. സിസ്റ്റമാറ്റിക്സ് ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് പോലെ സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട്, കറക്റ്റായിട്ട്, ഓർഡർലി ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ഓർഗാനിസംസിനെ. അപ്പം അതിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഓർഗാനിസംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കണം, സിമിലാരിറ്റീസ് മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുപോയി അതിനെ അറേഞ്ച് ചെയ്തൊക്കെ വെക്കുന്നത് എന്ന് നമ്മൾ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞു. അപ്പോൾ എന്നൊരു കൺഫ്യൂഷൻ വരാൻ വഴിയുണ്ട്. എന്താണ് ഈ സിസ്റ്റമാറ്റിക്സും ക്ലാസിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് ആ വ്യത്യാസം എനിക്ക് വ്യക്തമാക്കി തരാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്ത് ഞാൻ പറയുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആദ്യം നമ്മുടെ ചാപ്റ്ററിൽ ഞാൻ കുറേ പേന, പെൻസിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അപ്പോൾ ആ ഒരു ടൈപ്പിൽ എക്സാമ്പിൾ തന്നെ വെച്ചിട്ട് പറയാം. നിങ്ങളുടെ കയ്യിൽ കുറേ എന്തൊക്കെയുണ്ട്? കുറേ പെൻസില്, പെൻ ഒക്കെ ഉണ്ട്. പെന്നുണ്ട്, കുറേ പെൻസിലുണ്ട്, അതേപോലെ കുറേ ഇറേസേഴ്സ് ഉണ്ട്, ഷാർപ്നർ, കട്ടർ ഉണ്ടെന്ന് വയ്ക്കുക. കുറേ ഇതെല്ലാം കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഓരോന്നിനെയും ഇത് തമ്മിലുള്ള സിമിലാരിറ്റിയും ഒക്കെ നോക്കിയിട്ട് ഇതിനെ ഓരോന്നിനെ ഓരോരോ ഗ്രൂപ്പാക്കി ഇങ്ങനെ വെച്ചു. ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കി. കണ്ടോ? അപ്പം റിലേഷൻഷിപ്പ് മനസ്സിലാക്കി, ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കി, ഓരോന്നും തമ്മിലുള്ള സിമിലാരിറ്റീസ് മനസ്സിലാക്കി, ഓരോ ഗ്രൂപ്പാക്കി നമ്മൾ വെച്ചിരിക്കുന്നു. അപ്പം അതെന്ന് പറയുമ്പോഴത്തേക്ക് സിസ്റ്റമാറ്റിക്സ് ആണ്. കണ്ടോ? സ്റ്റഡി ഓഫ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ആൻഡ് റീകൺസ്ട്രക്ഷൻ. അതിനെ ഒരുമിച്ച് എടുത്ത് വെക്കുകയാണ്, ഒരേ പോണക്കിരിക്കുന്ന എല്ലാം ഒന്നിച്ച്. ഇങ്ങനെ വെച്ചാൽ പറ്റുമോ? അപ്പം ഇതിനെ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു പ്ലേസിൽ, ഇപ്പം പ്ലേസ് എന്ന് പറയുമ്പം പെൻ ആൻഡ് പെൻസിൽ നമ്മൾ റൈറ്റിംഗ് ടൂൾസ് ആണ്. റൈറ്റിംഗ് ടൂൾസ്. ഇറേസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറേസിംഗ് ടൂളാണ്. ഇറേസിംഗ് ടൂൾ. പിന്നെ ഷാർപ്നർ എന്ന് പറയുന്നത് ഷാർപ്പണിങ് ടൂൾസ്. ഷാർപ്പണിങ് ടൂൾസ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ പെൻസിലിനെ എല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വയ്ക്കുന്നു, റൈറ്റിംഗ് ടൂൾസ്. ഇറേസേഴ്സിനെ എല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്ന് ഇറേസിംഗ് ടൂൾ എന്ന് പറയുന്ന ആ ഒരു ലേബലിൻ്റെ അടിയിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. ഷാർപ്നേഴ്സിനെ എല്ലാം എടുത്തിട്ട് ഷാർപ്പണിങ് ടൂൾസ് എന്ന് പറയുന്ന ആ ലേബലിൻ്റെ അടിയിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. ആ കൊണ്ടുവയ്ക്കുന്ന പ്രോസസ്സ്, ആ കറക്റ്റ് പ്ലേസിൽ കൊണ്ടുവയ്ക്കുന്ന അത് കൊണ്ടുവയ്ക്കണമെങ്കിൽ അതിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. എന്താണ്, ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നെല്ലാം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് പ്ലേസിൽ കൊണ്ടുവയ്ക്കുന്നു. ആ അറേഞ്ച്മെന്റ്, ആ അറേഞ്ചിങ്, ആ പ്രോസസ്സിനെയാണ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ വ്യത്യാസം പിടികിട്ടിയോ? സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുമ്പം ഓർഗാനിസംസിനെയൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കി അതിൻ്റെ സിമിലാരിറ്റിയും ഡിഫറൻസും ഒക്കെ അനുസരിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോരോ ഗ്രൂപ്പാക്കി നമ്മൾ വെച്ചു. എന്നിട്ട് അതിനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ടാക്സോണമിക്കൽ ഹൈറാർക്കിയിൽ ഓരോരോ ടാക്സയായിട്ട് ഓരോ ലെവലിലേക്ക് എടുത്ത് കറക്റ്റായിട്ട് കൊണ്ടുവയ്ക്കുന്നു. ആ പ്രോസസ്സാണ് ക്ലാസിഫിക്കേഷൻ. വ്യത്യാസം പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 കിങ്ഡം ഉണ്ട്, 3 കിങ്ഡം ഉണ്ട്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇത് ഓരോന്നായിട്ടും സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കുറേയേറെ തവണ ഞാൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം എന്തായാലും ഇതിലെ ഒരെണ്ണം പോലും വിട്ടുപോകരുത്. എല്ലാം സിമ്പിളാണ്. ഏത് ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും അത് ആരാണ് കണ്ടുപിടിച്ചതെന്ന് പറയണം. അതിൻ്റെ അകത്ത് എന്താണ് എന്ത് ഐഡിയ ആണ്, പ്രിൻസിപ്പിൾ എന്താണെന്ന് പറയണം. പിന്നെ എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ അത്രയും പോയിന്റ്സ് ആണ് അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഏതാ പഠിക്കാൻ പോകുന്നത്? 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പം പേര് പറയുന്ന കണക്ക് ഇതിനകത്ത് എത്ര കിങ്ഡംസേ ഉള്ളൂ? 2 കിങ്ഡംസേ ഉള്ളൂ. അപ്പോൾ ആരാണിത് ഫൗണ്ട് ചെയ്തത്? ആ ഒരു 2 കിങ്ഡം കൺസെപ്റ്റ് കൊണ്ടുവന്നത് കാർലസ് ലിനേയസ് ആണ്, ഇൻ ദ മിഡ് ഓഫ് 18th സെഞ്ചുറി. ആരാ ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്? കാർലസ് ലിനേയസ് ആണ്. ഓക്കെ. അപ്പോൾ 2
കിങ്ഡം. ആ 2 കിങ്ഡംസ് ഏതൊക്കെയാ? പ്ലാന്റ് എന്നുള്ളത് അനിമേലിയ. അതായത് പേരിൽ തന്നെ മനസ്സിലാവും, പ്ലാന്റ്സിനെ എല്ലാം കൂടെ ഒന്നിച്ചും കൊണ്ടുവച്ചു, അനിമൽസിനെ എല്ലാം വേറൊരു ഗ്രൂപ്പും. അതാ 2 കിങ്ഡം, 2 കിങ്ഡം. കാർലസ് ലിനിയസ് പറഞ്ഞിരിക്കുന്ന 2 കിങ്ഡംസ്, 2 ഗ്രൂപ്പ്, പ്ലാന്റേയും അനിമേലിയും. എന്നിട്ട് അദ്ദേഹം പ്ലാന്റ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് മെയിൻ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഇത് ഇത്രേ നോക്കും. അനങ്ങാൻ പറ്റാത്തത് അതെല്ലാം പ്ലാന്റ്സ്. ഈറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് ആയിരുന്നു അന്നത്തെ സമയത്ത് കേട്ടോ. ഈറ്റ് ചെയ്യാൻ എന്താണ് പറ്റുന്നത്, അതേ കണക്ക് സെൽ വാൾ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഇതിനെയെല്ലാം പ്ലാന്റ്സിന്റെ ഒരു ഗ്രൂപ്പിൽ വന്നു. അനിമൽസ് എന്ന് അദ്ദേഹം എങ്ങനെയാണ്, ഏത് ഫീച്ചേഴ്സ് നോക്കിയിട്ടാണ് ആ ഒരു ഗ്രൂപ്പിൽ കൊണ്ടുവച്ചത്? മൂവ് ചെയ്യാൻ പറ്റുന്നു, കഴിക്കാൻ പറ്റുന്നത്, ലാക്ടേ സെൽ വാൾ ഇല്ലാത്തത്. അപ്പം ഇത് രണ്ടും നോക്കിയിട്ടാണ് ഇദ്ദേഹം ഈ 2 ഗ്രൂപ്പിലേക്കും ഓർഗാനിസംസിനെ, ലിവിങ് ബീയിങ്സിനെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചു വെച്ചത്. അപ്പോൾ ഇതാണ്, സിമ്പിളാണ് കേട്ടോ ടൂക്കിങ്ങിന്റെ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റേയും അനിമേലിയും, പ്ലാന്റ്സ് എന്നും അനിമൽസ് എന്നും. എങ്ങനെ അദ്ദേഹം പ്ലാന്റ്സ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തത്, അനിമൽസിനെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തത്. പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിചാരിച്ചതൊക്കെ എന്താണ്, മൂവ് ചെയ്യാൻ പറ്റാത്തത് എല്ലാം പ്ലാന്റ്സ്, ഈറ്റ് ചെയ്യും, നമുക്ക് സെൽ വാൾ ഉണ്ട്. അനിമൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് മൂവ് ചെയ്യും, ഈറ്റ് ചെയ്യാൻ പറ്റും, ലാക്ക് സെൽ വാൾ, അങ്ങനെയുള്ളതെല്ലാം അനിമൽസ്. അപ്പോൾ ഇതിനകത്ത് ഡ്രോബാക്സ് എന്താ വന്നതെന്ന് നോക്കിയേ. അപ്പോൾ ഈ ഒരു രീതിയിൽ 2 ക്ലാസിഫിക്കേഷൻ, വെറും 2 കിങ്ഡംസ് ആയപ്പോൾ എന്താ പറ്റിയേ? യൂക്യാരിയോട്സും പ്രോക്യാരിയോട്സും ഒക്കെ ഒരൊറ്റ ഗ്രൂപ്പിൽ വരാൻ തുടങ്ങി. അതത്ര നല്ലൊരു പരിപാടിയല്ലല്ലോ. യൂക്യാരിയോട്സും പ്രോക്യാരിയോട്സും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഇവർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒന്നിച്ച് ഒരു ഗ്രൂപ്പിൽ വരാൻ പാടില്ല, അതൊരു ഡ്രോബാക്ക് ആണ്. അതേപോലെ തന്നെ അടുത്ത ഡ്രോബാക്ക് എന്തോന്ന് നോക്കിയേ, പ്ലാൻ കിങ്ഡത്തിൽ ഈ ഒരു രീതിയിൽ ക്ലാസിഫിക്കേഷൻ ചെയ്തപ്പോഴത്തേക്ക് ഫോട്ടോസിന്തറ്റിക്കും നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള സ്പീഷീസ് ഒരുമിച്ച് പ്ലേസ് ചെയ്യപ്പെടേണ്ടി വന്നു. ഫോട്ടോസിന്തറ്റിക്കും നോൺ ഫോട്ടോസിന്തറ്റിക്കും, അതും അത്രയൊരു നല്ലൊരു പ്രാക്ടീസ് അല്ല. ഫോട്ടോസിന്തറ്റിക്കിനെ നോൺ ഫോട്ടോസിന്തറ്റിക്കിനെ ഒന്നിച്ചു കൊണ്ടുവയ്ക്കുന്നത്, അവർ തമ്മിൽ ഒത്തിരിയും ഡിഫറൻസ് ഉള്ളതാണ്. അതേപോലെ തന്നെ വേറൊരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഓർഗാനിസംസ് നോക്കി കഴിഞ്ഞാൽ അവർക്ക് അനിമൽസിന്റെ ഫീച്ചേഴ്സും ഉണ്ട്, പ്ലാന്റ്സിന്റെ ഫീച്ചേഴ്സും ഉണ്ട്. അപ്പം അവരെ ഏതിൽ പ്ലേസ് ചെയ്യണം, പ്ലാന്റ്സിന്റെയും അതിലും കൊണ്ടുവയ്ക്കാൻ പറ്റത്തില്ല, അനിമൽസിലും കൊണ്ടുവയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണ് യൂഗ്ലീന എന്ന് പറയുന്നത്. യൂഗ്ലീന ഒരു സിംഗിൾ സെൽ യൂക്കാരിയോട്ടാണ്. ഇതിന്റെ ബോഡിയിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, അതൊരു പ്ലാൻ ക്യാരക്ടറാണ്. എന്നാൽ ഇതിന് അതേസമയം ഹെറ്ററോട്രോപ്പിക് ഫീച്ചറും, ഹെറ്ററോട്രോപ്പിക് ഫീഡിങ്, അതൊരു അനിമൽ ക്യാരക്ടറാണ്. അതും ഇത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന് അനിമൽ ക്യാരക്ടറും ഉണ്ട്, പ്ലാൻ ക്യാരക്ടറും ഉണ്ട്. അപ്പോൾ ഇതിനെ എവിടെ ഫിക്സ് ചെയ്യും, എവിടെ പ്ലേസ് ചെയ്യും എന്നുള്ളത് ഒരു അൺആൻസേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നിന്നു ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇത് ആണ് ഇതിന്റെ ഒരു ഡ്രോബാക്സ് ആയിരുന്നു. ഓക്കെ, അപ്പം 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം, അതായത് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ പ്ലാന്റ് ആൻഡ് അനിമേലിയ കൂടാതെ ഒരു അഡീഷണൽ കിങ്ഡം വന്നു, ദാറ്റ് ഈസ് പ്രോട്ടിസ്റ്റ. അപ്പോൾ ഈ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാ? ഏണസ്റ്റ് ഹെയ്ക്കൽ. അപ്പോൾ ആ പേര് നമ്മൾ നോട്ട് ചെയ്യാം. അപ്പോൾ ഈ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ആ പുതിയ ഗ്രൂപ്പിൽ ആരൊക്കെയാണ്? ഈ ഒരു ക്ലാസിഫിക്കേഷൻ മെയിനായിട്ട് നോക്കിയത് എന്തുവാണ്, കോംപ്ലക്സിറ്റിയുടെ ബേസിലാണ് ഇത് ക്ലാസിഫൈ ചെയ്തത്. യൂണിസെല്ലുലാർ ആണോ, മൾട്ടി സെല്ലുലാർ ആണോ, അതിൻ്റെ എന്തുവാണ് ടിഷ്യൂ സിസ്റ്റം, അങ്ങനെ കോംപ്ലക്സിറ്റി ലെവൽ നോക്കിയിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ പ്രോട്ടിസ്റ്റയ്ക്കകത്ത് അവർ കൊണ്ടുവച്ചതെല്ലാം യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. പ്രോട്ടോസോവ, ഫംഗെ, ബാക്ടീരിയ, മൈക്രോ ഓർഗാനിസംസ്, ഇതിനെല്ലാം അവിടെ യൂണിസെല്ലുലാർ ആയിട്ടുള്ള എല്ലാം കൂടെ കൊണ്ടുവച്ച ഒരു ഗ്രൂപ്പാണ് പ്രോട്ടിസ്റ്റ. അപ്പോൾ ഇവിടുത്തെ ഡ്രോബാക്ക് എന്തോ, ഇവിടെയും പഴയ തന്നെയാണ് അവസ്ഥ. പ്രോക്യാരിയോട്സും യൂക്യാരിയോട്സും ഒക്കെ ഒന്നിച്ചൊരു ഗ്രൂപ്പിൽ വന്നു, ദാറ്റ് ഈസ് എ മെയിൻ ഡ്രോബാക്ക്. അതേപോലെ തന്നെ ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ബാക്ടീരിയയും അത് കണക്ക് ഫംഗയെയും എവിടെയാണ് കൊണ്ടുവച്ചത്, ഏത് ഗ്രൂപ്പിൽ? ഓട്ടോട്രോഫിക് ആൽഗയ്ക്കകത്ത്
കൊണ്ടുവച്ചു. അപ്പോൾ അതും ശരിയാകത്തില്ല. ഹെറ്ററോട്രോഫിസം ഓട്ടോട്രോഫിസം എന്ന് പറയുന്നത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് അതിൻ്റെ ന്യൂട്രിറ്റീവ് ബേസിൽ നോക്കുവാണെങ്കിൽ. അപ്പോൾ അവ ഒന്നിച്ചാണ്, ഇത് രണ്ടിനെയും കൂടെ ഒന്നിച്ചാണ് കൊണ്ടുവച്ചത്. ന്യൂട്രിറ്റീവ് ബേസ് എന്ന് പറയുമ്പോൾ അറിയില്ല, ഹെറ്ററോട്രോപിക് എന്ന് പറയുന്നത് മറ്റൊന്നിനെ ആശ്രയിച്ച്, ഓട്ടോട്രോഫിക് എന്ന് പറയുന്നത് സ്വയം ആഹാരം പാചകം ചെയ്യുന്നത്. അപ്പം അതിനെ ഒന്നിച്ചു കൊണ്ടുവന്ന് വെച്ചത് ശരിയായില്ല. അപ്പം എന്തായാലും ഇതാണ് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫൈനലായിട്ടുള്ള കൂടുതൽ പേരും അക്സെപ്റ്റ് ചെയ്യുന്ന ഏറെക്കുറെ മോർ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കൺസെപ്റ്റാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അത് പ്രൊപ്പോസ് ചെയ്തത് റോബർട്ട് എച്ച് വിഥാക്കർ ആണ്. റോബർട്ട് എച്ച് വിഥാക്കർ ആണ്. ഏതൊക്കെയാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ഏതൊക്കെയാണ്? കിങ്ഡം മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗെ, പ്ലാന്റേ ആൻഡ് അനിമേലിയ. കുറച്ചുകൂടെ അല്ലേ, കുറേ കൂടെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സുകൾ വന്നിട്ടുണ്ട്, കുറേ കിങ്ഡംസ് വന്നിട്ടുണ്ട്. മൊണീറയ്ക്കകത്ത് ആരൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? മൊണീറ എന്ന് പറയുമ്പോഴത്തേക്ക് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസം, അതേപോലെ പ്രോക്യാരിയോട്സിനെ എല്ലാം കൂടെ കൊണ്ടുവച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് മൊണീറ എന്ന് പറയുന്നത്. ബാക്ടീരിയ ആൻഡ് ദെയർ റിലേറ്റീവ്സിനെ എല്ലാം കൂടെ കൊണ്ടുവച്ചു. അപ്പോൾ ഇവിടെ ഇത്തിരി പ്രോക്യാരിയോട്സ് യൂക്യാരിയോട്സിന് സെപ്പറേറ്റ് ഗ്രൂപ്പ് വരുന്നു, അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ മൊണീറൻസിനകത്ത് വരുന്ന ഓർഗാനിസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഓർഗനൈസേഷൻ ആയിരിക്കും അവർക്ക് നോ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ്. അത് നമുക്കറിയാമല്ലോ, പ്രോക്യാരിയോട്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ അല്ലേ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല എന്നുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ. മൊണീറൻസിനകത്ത് പ്രോക്യാരിയോട്സിനെയാണ് കൊണ്ടുവച്ചത്. അപ്പം അവരുടെ പ്രത്യേകത നമുക്കറിയാം, സിമ്പിൾ ഓർഗനൈസേഷൻ ആണ്, മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഇല്ല. അതേപോലെ ഇവർക്ക് ചില യൂക്യാരിയോട്സിലുള്ള ചില ഓർഗനൽസും ലാക്കിംഗ് ആണ്, ആബ്സെൻ്റ് ആണ്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഫീച്ചേഴ്സ്. ഇതിനകത്ത് ആരൊക്കെയാണ് കൊണ്ടുവച്ചത്? ട്രൂ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മാസ്, ഫോട്ടോസിന്തറ്റിക്, സൈനോബാക്ടീരിയ, ഇതെല്ലാം ഈ ഒരു ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്താണ് മൊണീറയ്ക്കകത്ത്. ഇനി പ്രോട്ടിസ്റ്റ, അടുത്ത കിങ്ഡം. പ്രോട്ടിസ്റ്റ ഞാൻ ഓൾറെഡി പറഞ്ഞു, യൂണിസെല്ലുലാർ ആയിട്ടുള്ള സിംപ്ലർ ഓർഗാനിസംസിനെ പിന്നെ ഇൻക്ലൂഡ് ചെയ്ത ഗ്രൂപ്പായിരുന്നു. ഇത് എന്ന് പറയുന്നത് ഒരു ഹെട്രോജീനസ് കളക്ഷൻ ഓഫ് യൂണിസെല്ലുലാർ ഓർ കൊളോണിയൽ യൂക്യാരിയോട്സ് ആണ്. അതിൽ ചിലതൊക്കെ ഫോട്ടോസിന്തറ്റിക് ആയിരുന്നു, ചിലതൊക്കെ ഹെട്രോട്രോഫിക് ആണ്. അവരുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് ലൈക്ക്, ഫംഗസ് ലൈക്ക് ഓർ അനിമൽ ലൈക്ക് സെൽസ് ആയിരുന്നു ഇതിനകത്തുള്ള ഓർഗാനിസംസിനൊക്കെ ഉള്ളത്. പ്ലാന്റ് ലൈക്ക് ആണ്, ചിലപ്പോൾ നോക്കുമ്പോൾ ഫംഗസ് ലൈക്ക് ആയിട്ടുള്ള സെല്ലാണ്, അല്ലെങ്കിൽ ഒരു അനിമൽ ലൈക്ക് സെൽസ് ആണ്. എന്തായാലും ഒരു ഹെട്രോജീനസ് കളക്ഷനാണ് ഈ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. ഇനി ഫംഗെ വന്നപ്പോഴത്തേക്ക് മൾട്ടി ഉണ്ടോ, ഇവിടെ യൂണിസെല്ലുലാർ ആയിട്ടുള്ള, ഇതിനകത്ത് ഫംഗെ വന്നെങ്കിലും യൂണിസെല്ലുലാർ ആണ്. ഇവിടെ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള, നോൺ മൊട്ടൈൽ ആയിട്ടുള്ള, കീമോ ഹെറ്ററോട്രോപ്സ് ആയിട്ടുള്ള, യുണീക്ക് റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് ലൈഫ് സൈക്കിളിലുള്ള പിന്നെ ഫംഗീസ് ആണ് ഈ ഫംഗയ്ക്കകത്ത് വരുന്നത്. ഇതിലൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫംഗൈ ഗ്രൂപ്പ്. ഇവർക്കൊന്നും ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ഇല്ല, ബിക്കോസ് ഇത് കീമോ ഹെറ്ററോട്രോപ്സ്, കെമിക്കൽസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓർഗാനിസംസ് ആണ്. അതേപോലെ ഇവയുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫംഗയുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോസ്റ്റ് ഓഫ് ഫിലമെന്റ്സ് ആണ്, ന്യൂമറസ് ഫിലമെന്റ്സ്. ആൻഡ് ഓൾസോ അതിനകത്തെല്ലാം മൾട്ടിപ്പിൾ ന്യൂക്ലിയ ഉണ്ട്, ഇതാണ് അതിൻ്റെ പ്രത്യേകതകൾ. ഇനി അടുത്ത കിങ്ഡമാണ് പ്ലാന്റ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്ലാന്റ്സ് ആണ്, മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള യൂക്യാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. സെല്ലുലോസിക്, സെൽ വാൾ ഉള്ളതും ക്ലോറോപ്ലാസ്റ്റ് ഉള്ളതും ആയിട്ടുള്ളത്, അതായത് നമ്മുടെ പ്ലാന്റ്സ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്ലാന്റ്സ്, ഇങ്ങനെ വട്ടം കറക്കി പറയേണ്ട കാര്യമില്ല. പ്ലാന്റ്സിൻ്റെ നേച്ചർ നമുക്കറിയാമല്ലോ, മൾട്ടി സെല്ലുലാർ ആണ്, അവർ യൂക്യാരിയോട്സ് ആണ്. പിന്നെ അവർക്ക് സെൽവാളുണ്ട്, സെല്ലുലോസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സെൽവാളുണ്ട്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ പ്ലാന്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ദേ ആർ ഓൾ ഓട്ടോട്രോപ്സ്. ഇനി അനിമൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ സെൽവാൾ ഇല്ലാത്ത മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള അനിമൽസ് ആണ് അതിനകത്ത് വരുന്നത്. ദേ ആർ ഓൾ ഹെറ്ററോട്രോപ്സ്. അപ്പം ഇതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൂടെ എഴുതണം. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? ഈ ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നപ്പോൾ കുറേ കാര്യങ്ങളോട് ടാക്സോണമിസ്റ്റുകൾ ശ്രദ്ധിച്ചു. ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യാൻ എന്തിനെയൊക്കെ നോക്കി? കോംപ്ലക്സിറ്റി ഓഫ് സെൽ സ്ട്രക്ചർ, അതേപോലെ ബോഡിയുടെ ഓർഗനൈസേഷൻ്റെ കോംപ്ലക്സിറ്റി, മോഡ് ഓഫ് ന്യൂട്രീഷൻസ്, ഇതെല്ലാം കുറേ കാര്യങ്ങളോട് ശ്രദ്ധിച്ചു. അതേപോലെ തന്നെ പ്ലാന്റ് ക്യാരക്ടേഴ്സും അനിമൽ ക്യാരക്ടേഴ്സും രണ്ടും കാണിക്കുന്ന ഓർഗാനിസത്തിന് ഒരു സെപ്പറേറ്റ് കിങ്ഡം കൊടുത്തു. ഉദാഹരണത്തിന് യൂഗ്ലീനെ പ്രോട്ടിസ്റ്റയിൽ ഉൾപ്പെടുത്തി.
ഇതുവരെ യൂഗ്ലീനെ എവിടെ വെക്കും എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇവിടെ പ്രോട്ടിസ്റ്റയ്ക്കകത്ത് യൂഗ്ലീനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് കിങ്ഡം മൊണീറ അത് റീറ്റെയിൻ ചെയ്തു. അതിനകത്ത് പ്രോകാരിയോട്സ് മാത്രമേ ഉള്ളൂ. അപ്പം അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഫംഗൈ ഹയർ ഫോംസ് ഓഫ് ഫംഗൈക്ക് ഒരു സെപ്പറേറ്റ് കിങ്ഡം വന്നു. അപ്പോൾ അതെല്ലാം അഡ്വാൻറ്റേജ് ആണല്ലോ. ഇനി ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്? ഡിസഡ്വാൻറ്റേജസ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ക്ലാസിഫിക്കേഷനിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ മൊണീറ പ്രോട്ടിസ്റ്റ 2 ഡിഫറെൻറ്റ് കിങ്ഡംസ് ആണ്. പക്ഷേ ക്ലാഡിസ്റ്റ് പറഞ്ഞു ഈ മൊണീറയും പ്രോട്ടിസ്റ്റയും പാരാഫൈലറ്റിക് ഗ്രൂപ്പ്സ് ആണ്. എന്താണ് പാരാഫൈലറ്റിക്, എന്താ മോണോഫൈലറ്റിക്, എന്താ പോളിഫൈലറ്റിക് എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി ഒന്നുകൂടെ പറയുന്നില്ല, സിമ്പിളായിട്ട് ഒന്ന് പറയാം. അല്ലെങ്കിൽ ഈ പിക്ചർ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതിപ്പോൾ ഒരു കോമൺ ഒരു ആൻസിസ്റ്റർ ആണ്. ഈ കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് വന്നതാണ് ഇത് മൊത്തം. അപ്പോൾ ഇത് മൊത്തോട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോണോഫൈലറ്റിക് ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പം അതിലെ എല്ലാത്തിനെയും കൺസിഡർ ചെയ്യാതെ കുറച്ച് ഗ്രൂപ്പിനെ മാത്രം, ഈ ഒരു ആൻസിസ്റ്ററിൽ നിന്ന് വന്ന കുറച്ച് എണ്ണം ഇതിനെയും കൺസിഡർ ചെയ്യുന്നില്ല. അവരെ കണക്കാക്കാതെ പറയുമ്പോൾ ഈ പാരാഫൈലറ്റിക് ആവും അല്ലേ. ഇനി പോളിഫൈലറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരുന്നു? പോളിഫൈലറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ്. ഇപ്പം ഈ ഓർഗാൻസവും അത് പോളിഫൈലറ്റിക് ആണ്. കാരണം ഇതിൻ്റെ ആൻസിസ്റ്ററും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ടേം ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞു, അത് പോട്ടെ. അപ്പം ഈ ഡിസഡ്വാൻറ്റേജിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ക്ലാഡിസ്റ്റ് പറഞ്ഞു മൊണീറയും പ്രോട്ടിസ്റ്റയും പാരാഫൈലറ്റിക് ഗ്രൂപ്പ്സ് ആണ്, തമ്മിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആണ്, ഒരു ആൻസിസ്റ്ററിൽ നിന്നൊക്കെ വരുന്നതാണ്. ഇതിനെ എന്തുകൊണ്ട് വേറെ 2 കിങ്ഡമായി കൊണ്ടുവച്ചു എന്നുള്ളത് അതൊരു ഒരു ആർഗ്യുമെൻറ്റ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില യൂണിസെല്ലുലാർ ആൽഗെ പ്ലാന്റയിൽ ഉൾപ്പെട്ടിട്ടുള്ള യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആൽഗകൾ, അതേപോലെ തന്നെ ഫംഗയിൽ വന്നിട്ടുള്ള ചില യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസം, ഇതിൻ്റെ ഒന്നും ക്ലാസിഫിക്കേഷൻ വിഥേക്കറിൻ്റെ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയയെ ഫോളോ ചെയ്തില്ല എന്നൊക്കെ. എന്താ മനസ്സിലായോ? വിഥേക്കറിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയയായിട്ട് യാതൊരു മാച്ചും ഇല്ല പ്ലാന്റയിലെ ചില യൂണിസെല്ലുലാർ ആൽഗകളുടെ ക്ലാസിഫിക്കേഷനിൽ. അതേപോലെ ഫംഗയിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ചില യൂണിസെല്ലുലാർ ഓർഗാനിസംസിൻ്റെ ക്ലാസിഫിക്കേഷന് എന്ന് അടുത്ത ഒരു ആർഗ്യുമെന്റ്. പിന്നെ അതേപോലെ യൂഗ്ലീന ഡിസേർവ്സ് സെപ്പറേറ്റ് കിങ്ഡം. പ്രോട്ടിസ്റ്റയിൽ കൊണ്ടുവയ്ക്കാൻ പറ്റത്തില്ല, സെപ്പറേറ്റ് കിങ്ഡം വേണം എന്നുള്ളതാണ് അടുത്തൊരു ഡിസഡ്വാൻറ്റേജ്. പിന്നെ അതേപോലെ ഈ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് ഒരു ഹെട്രോജീനസ് കളക്ഷൻ ആണ്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിസിമിലർ ആയിട്ടുള്ള ഓർഗാനിസംസ് ഒരുമിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊരു നല്ലൊരു പ്രാക്ടീസ് അല്ല. അതിൻ്റെ ഉദാഹരണമാണ് ഫംഗേസും പ്രോട്ടിസ്റ്റിനകത്ത് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫംഗേസും വരുന്നുണ്ട്. അതേപോലെ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള കീമോട്രോപ്പിക് ആയിട്ടുള്ള ഫംഗേസിന് ഒരു സെപ്പറേറ്റ് കിങ്ഡം ആണ് വെച്ചിരിക്കുന്നത്. അപ്പം അതൊന്നും ഒരു നല്ല പ്രാക്ടീസ് അല്ല. അതേപോലെ വൈറസിന് ഒരു പ്ലേസ് ഇല്ല, ഒരു സെപ്പറേറ്റ് എന്താണ് ഒരു കിങ്ഡം ഇല്ല. അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അഡ്വാൻറ്റേജസ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെയായിരുന്നു? 2 കിങ്ഡം, 3 കിങ്ഡം ആൻഡ് 5 കിങ്ഡം. സോ ബൈ ദിസ് ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ഹിയർ. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് 3 ഡൊമൈൻ സിസ്റ്റം കാണാം. ഓക്കെ. I'm an icon, man. And my girl about a 10. I should fuck her in the Benz.